പുനർഗേഹം പദ്ധതി പ്രകാരം നിർമ്മിച്ച 332 ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി നിർവഹിക്കും. ഒരു ഫ്ളാറ്റിന് 20 ലക്ഷം രൂപയാണ് ചെലവ്. സംസ്ഥാനത്തൊട്ടാകെയായി പുനർഗേഹം പ്രകാരം 1200ഓളം ഫ്ളാറ്റുകളാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത്. അർഹരായ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും ഫ്ളാറ്റുകൾ ലഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളികൾക്കായി 2400 കോടി രൂപയുടെ സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് പുനർഗേഹം. അതിൽ ഒരു ഘട്ടമാണ് നാളെ ഉദ്ഘാടനത്തിനായി തയ്യാറായിരിക്കുന്നത്. തിരുവനന്തപുരം മുട്ടത്തറയിൽ 400-ൽ 332 ഫ്ളാറ്റുകളും നിർമ്മാണം പൂർത്തിയാക്കി. നാളെ വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനത്തിന്റെ വിജയകരമായ പൂർത്തീകരണം നാളെ നടക്കുകയാണ്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി സമയബന്ധിതമായി നടപ്പാക്കുക എന്ന ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നിലപാടിന് ഉള്ള ഒരു വിജയമാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ അതിജീവനത്തിനും സുരക്ഷയ്ക്കും ഊന്നൽ നൽകുന്ന മുട്ടത്തറയിൽ ഫിഷറീസ് വകുപ്പിൻ്റെ പുനർഗേഹം പദ്ധതി പ്രകാരം നിർമ്മിച്ച 332 ഫ്ളാറ്റുകളുടെ താക്കോൽദാനം. പാരിസ്ഥിതിക അനുമതി ലഭിക്കാത്തത് കാരണം ആദ്യഘട്ടത്തിൽ നിർമ്മാണം നടക്കാതെയിരുന്ന 400-ൽ 68 ഫ്ളാറ്റുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. ഒരു ഫ്ളാറ്റിന് 20 ലക്ഷം രൂപയാണ് ചെലവ്. സംസ്ഥാനത്താകെയായി 1200ഓളം ഫ്ളാറ്റുകളാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ഭീമാപള്ളി മേഖലയിലുള്ള അർഹതപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പുനർഗേഹം പദ്ധതിയുടെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയെന്നത് തെറ്റായ വാർത്തയാണെന്നും മന്ത്രി പ്രതികരിച്ചു. എന്നെ അവർ വന്ന് കണ്ട് 15 പേര് ഭവനരഹിതരായിട്ടുള്ളവരുണ്ടെന്ന് പറഞ്ഞൊരു കത്ത് വന്നിട്ടുണ്ട്. അവർ പ്രതിഷേധിക്കുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. കാരണം പ്രതിഷേധിക്കേണ്ട പ്രശ്നമൊന്നും ഇക്കാര്യത്തിലില്ല. അവർ അർഹതപ്പെട്ടാന്ന് കൊടുത്തിരിക്കും. അപ്പോൾ ഞാൻ അപ്പം തന്നെ 7 ദിവസത്തിനകം റിപ്പോർട്ട് തരാൻ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയാണ്, അവരിളക്കണ്ട, അവർക്കെല്ലാം വീട് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ മത്സ്യത്തൊഴിലാളികളും ഗവൺമെൻറ് കാണുന്ന ഒരുപോലാണ്. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പദ്ധതിയാണ് പുനർഗേഹമെന്നും സുതാര്യമായ ഗുണഭോക്തൃ പട്ടികയും ഗുണമേന്മയും ഉറപ്പാണെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.